الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على سيدنا محمد النبي الأمي الحبيب العال القدر العظيم الجاه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. وقال نبينا وحبيبنا محمد صلى الله عليه وسلم أن رسول الله صلى الله عليه وسلم قدم المدينة فوجد اليهود صياما يوم عاشوراء فقال لهم رسول الله صلى الله عليه وسلم ما هذا اليوم الذي تصومونه؟ فقالوا هذا يوم عظيم أنجى الله فيه موسى وقومه وغرق فرعون وقومه فصامه موسى شكرا فنحن نصوم. فقال رسول الله صلى الله عليه وسلم فنحن أحق وأولى بموسى منكم. فصامه رسول الله صلى الله عليه وسلم وأمر بصيامه. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപാവനമായ വിശുദ്ധമായ മുഹറമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ പുണ്യമായ വ്രതാനുഷ്ഠാനത്തിൻ്റെ ദിവസത്തിൽ നോമ്പുകാരായി സംഗമിച്ച നമ്മുടെ സംഗമത്തിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാരഥന്മാരായ മുൻഗാമികൾക്ക്, അംബിയാ മുർസലുകൾക്കൊക്കെ നൽകപ്പെട്ട മുഹറമിൻ്റെ സർവ്വസഹായങ്ങളും കരഗതമാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇന്നേവരെ സംഭവിച്ചു പോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും റഹ്മാനായ റബ്ബവൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് പുറത്തു മാപ്പാക്കി തരട്ടെ. ശേഷിക്കുന്ന അവസാന നിമിഷം വരെയും കാരുണ്യവാനായ റബ്ബിനെ താഴ്ത്ത് ചെയ്ത് ജീവിക്കാൻ അള്ളാഹു അവസരം തരട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയി നമ്മുടെ വേണ്ടപ്പെട്ടവരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹമത്തും നൽകട്ടെ. ഈ പുണ്യമായ ആശുറാഇന്റെ ദിവസത്തിൽ പഠിപ്പിക്കപ്പെട്ട എല്ലാ പുണ്യമായ കർമ്മങ്ങളിലും വ്യാപൃതരാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇന്ന് മുഹറമിൻ്റെ 10ാമത്തെ ദിവസമാണ്. ആശുറാഇന്റെ നോമ്പുകാരായിക്കൊണ്ട് പരിപാവനമായ പള്ളിയിൽ ഈ ജുമുഅയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നവരാണ് നമ്മൾ. വിശ്വാസിയുടെ ചരിത്രത്തിലെ വിമോചനത്തിൻ്റെ 1000 ഓർമ്മകൾ ഒത്തിണങ്ങുന്ന അനുസ്മരണ ദിനമാണ്. മുഹറമിൻ്റെ 10ാമത്തെ ദിവസം ചരിത്രത്തിൽ ഒരുപാട് അത്ഭുതകരമായ അനുഭവങ്ങളുടെ ചരിത്രം പറയപ്പെടുന്നുണ്ട്. നാം മുന്നേ തന്നെ പറഞ്ഞു പോയതുപോലെ ഹബീബുന നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കർക്കാർക്കിടയിൽ ജീവിക്കുമ്പോഴും അവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആശുറാഇന്റെ നോമ്പുകാരനായിക്കൊണ്ട് മദീനത്ത് കഴിയുന്ന കാലം. ആ സമയത്തിലാണ് സമൂഹത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞു, ഇന്ന് ഇവിടെയുള്ള പ്രബല വിഭാഗങ്ങളിൽ ഒന്നായ യഹൂദികളും നോമ്പുകാരാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് ഈ ദിവസം അവരും നോമ്പനുഷ്ഠിക്കുന്നത്? അവർക്ക് നോമ്പ് പിടിക്കാൻ അവർക്ക് കാരണമായി അവർ കാണുന്നത് എന്താണ്? അതിനവർ മറുപടിയായി പറഞ്ഞു, ഹാദാ യൗമുൻ നജാദ്, ഇത് വിജയത്തിൻ്റെ ദിവസമാണ്. അവരുടെ ചരിത്രത്തിലെ വിജയത്തിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. ഫിർഔൻ എന്ന അക്രമിയായ ഭരണാധികാരിയുടെ കിരാതത്വത്തിൽ നിന്നും രക്ഷ ലഭിച്ച് ചെങ്കടൽ പിളർന്ന് മറുകരയിലേക്ക് എത്തിക്കുവാൻ അള്ളാഹു സഹായിച്ച ദിവസമാണിന്ന്. അഞ്ചല്ലാഹു മൂസ വ ഖൗമഹു, പടച്ചറബ് മൂസ നബിയും തൻ്റെ അനുചരന്മാരെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ്. വസ്വാമ മൂസ ശുക്ര, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് നന്ദിയായി ശുക്രായി കൊണ്ട് പടച്ചറബിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചു. ആ നോമ്പിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞങ്ങളും ഇന്നത്തെ ദിവസം നോമ്പെടുക്കുന്നത് എന്ന് കേൾക്കേണ്ട താമസം നബിയുന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പനേരം ആ മൂസ നബിയെക്കുറിച്ച് പ്രബോധന വീതിയിൽ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായി കടന്നുപോയ മഹാനായ പ്രവാചകൻ, ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും ദീനിൻ്റെ പ്രബോധന വീതിയിൽ അനുഭവിച്ച ത്യാഗങ്ങളും ആ ത്യാഗത്തിൻ്റെ പരിസമാപ്തിയിൽ ഉടയതമ്പുരാൻ നൽകിയ വിജയത്തെയും ഓർമ്മിച്ചുകൊണ്ട് ഒരു വേള സന്തോഷിച്ചു. എന്നാൽ അടുത്ത നിമിഷം ആ പ്രവാചകന്റെ പിൻഗാമികളെന്ന് വിശ്വസിച്ച് ആ പ്രവാചകൻ ശുക്രായി അനുഷ്ഠിച്ച നോമ്പാണ് തങ്ങളും അനുഷ്ഠിച്ചത് എന്ന് പറയുന്ന ജനത ആ മൂസ നബിയുടെ ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വഴിയിൽ നിന്നും വ്യതിചലിച്ചു പോയിരിക്കുന്നല്ലോ എന്നോർത്ത് ഒരു വേള അല്പനേരം ദുഃഖത്തോടെ ചിന്തിക്കുകയും ചെയ്തു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിന്മുറക്കാരായ ഞങ്ങൾ അള്ളാഹു രക്ഷപ്പെടുത്തിയതിൻ്റെ ശുക്രായി, നന്ദിയായി, ഓർമ്മയായി ഞങ്ങളും നോമ്പെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഹബീബുന നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജനത മൂസ നബിയുടെ പിൻഗാമിയായി പ്രബോധന വീതിയിലെ അവസാന പ്രവാചകരായി വന്ന തന്നെ തിരിച്ചറിയാനോ അംഗീകരിക്കാനോ തയ്യാറാകാത്ത ഈ ജനത, ആ ജനത എങ്ങാനും ഇന്നല്ലെങ്കിൽ നാളെ പറയുമോ ഇവരെ കണ്ടുകൊണ്ടാണ് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിലോ അങ്ങനെ പറയാനുള്ള വല്ല സാധ്യതയുമുണ്ടോ? ഒന്ന്. രണ്ടാമത്തേത്, ആ മൂസ നബിയുടെ പിൻഗാമികളാണ് ഞങ്ങളെന്ന് അവകാശപ്പെടാൻ ഇവർക്ക് സത്യത്തിൽ ധാർമ്മികമായി ഇന്ന് എന്ത് അവകാശമാണുള്ളത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യഹൂദിയത്തിന്റെ വിശ്വാസത്തിന് മറുപടിയായി അതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, ഫനഹ്നു ബി അഹഖു വ ഔലാ ബി മൂസ വനഹ്നു അഹഖു വ ഔലാ ബി മൂസ മിൻകും. ആ മൂസ നബിയോടുള്ള ആദരവിൻ്റെയും ശുക്റിൻ്റെയും മൂസ നബി പിടിച്ച നോമ്പിൻ്റെയും ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഈ ദിവസത്തിൽ ഈ യഹൂദി സമൂഹം നോമ്പനുഷ്ഠിക്കുന്നതെങ്കിൽ മൂസയുമായി നിങ്ങൾക്കെന്ത് ബന്ധമാണുള്ളത്? ആ മൂസ നബിയുടെ പിന്മുറക്കാരെന്ന് പറയാൻ നിങ്ങൾക്ക് ധാർമ്മികമായ എന്ത് അവകാശമാണുള്ളത്? ആ മൂസ നബി പഠിപ്പിച്ച വിശ്വാസത്തിലാണോ നിങ്ങളുള്ളത്? ആ മൂസ നബിയുടെ പിൻഗാമികളായ ദാവൂദ് നബിയും സുലൈമാൻ നബി അടക്കമുള്ള മഹാരഥന്മാരായ പ്രവാചകന്മാർ വന്നുപോയ തൗഹീദിന്റെ റിസാലത്തിന്റെ ആഖിറത്തിന്റെ പാതയിലാണോ നിങ്ങളുള്ളത്? അതല്ല, ആ പ്രവാചകന്മാർ ഏറ്റവും വെറുത്ത, അവരേറ്റവും അധികം ത്യാഗപ്പെട്ട, അവര് പടപൊരുതിയ അധർമ്മത്തിന്റെ പാതയിലാണോ നിങ്ങളുള്ളത്? അങ്ങനെയുള്ള പാതയിൽ കഴിയുന്ന നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു അനുധാവനം ഞങ്ങൾക്കില്ല. നഹ്നു അഹഖു വ ഔലാ ബി മൂസാ മിൻകും. നിങ്ങളെക്കാളും ആ മൂസ നബിയോട് ബന്ധമുള്ളത് ഞങ്ങൾക്കാണ്. ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിആ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് തന്നെ പ്രതിവചിച്ചു, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം എൻ്റെ ആയുസ്സുണ്ടെങ്കിൽ, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ, ഈ മുഹറമിൻ്റെ ഇന്ന് 10ാമത്തെ ദിവസമാണല്ലോ, നിങ്ങളുമായി നോമ്പിൻ്റെ വിഷയത്തിൽ ഒരു ബന്ധം വന്നിരിക്കുന്നല്ലോ. എന്നാൽ ഇന്ന് എൻ്റെ മുമ്പിലുള്ള നിങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ടല്ല, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഈ മുഹറമിൻ്റെ 9ാമത്തെ ദിവസം കൂടി ഞാൻ നോമ്പെടുക്കുന്നതാ. അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അടുത്ത വർഷത്തിൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് ജീവിച്ചിരിപ്പുണ്ടായില്ല. കൃത്യം 2 മാസം അങ്ങ് പിന്നിട്ട് കഴിയുമ്പോൾ പടച്ചറബിലേക്ക് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് അങ്ങ് യാത്രയായി.
അന്ന് ഹബീബായ റസൂല് പഠിപ്പിച്ച ലഇൻ ബഖീതു ഇലാ ഖാബിലിന്, അടുത്ത വർഷം ഞാൻ ശേഷിക്കുമെങ്കിൽ ഈ ദിവസത്തിൽ നോമ്പെടുക്കുമെന്ന് പറഞ്ഞ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ലോകവിശ്വാസികൾ തർക്കഭേദമന്യേ മുഹറമിന്റെ 9ാമത്തെ ദിവസമായി ഇന്നലെ അറബ് നാടുകളിലും മറ്റും അതിൻ്റെ മുമ്പത്തെ ദിവസം മുഹറമിന്റെ 9ാമത്തെ ദിവസമായി ഇന്നലെ നമ്മൾ നോമ്പെടുത്തതെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനോട് ആ മുഹറമിന്റെ ഇന്നലത്തെയും ഇന്നത്തെയും നോമ്പ്, ഈ നോമ്പിനോളം ഹബീബായ പ്രവാചകൻ ശ്രദ്ധിച്ച മറ്റൊരു നോമ്പുണ്ടായിരുന്നില്ലെന്ന് ചരിത്രത്തിൽ കാണാം. പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്നത് ഈ മുഹറമിന്റെ ആശൂറാഇന്റെ നോമ്പിനായിരുന്നുവെന്ന് ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ ഈ മുഹറമിന്റെ 10ാമത്തെ ദിവസത്തിന്റെ നോമ്പ് പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ ഒരു സൂര്യോദയമാണ് മുഹറത്തിന്റെ 10ാമത്തെ ആശൂറാഇന്റെ നോമ്പ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ചരിത്രങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിന്റെ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ നബി വരെയുള്ള പ്രവാചകന്മാരുടെ ചരിത്രത്തിലാകട്ടെ, ഇന്നേ വരെയുള്ള ഉമ്മത്തിന്റെ വിജയത്തിന്റെ അടയാളങ്ങളിലാകട്ടെ, മുഹറമിന്റെ 10ാമത്തെ ദിവസത്തിന് വിശ്വാസിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ നമുക്ക് ശക്തി പകരുന്നതാകണം. മുഹറമിന്റെ 10ാമത്തെ ദിവസം മുസ്ലിമീങ്ങൾക്ക് കരിദിനമല്ല. 1ാമത്തെ ദിവസം മുതൽ 10ാമത്തെ ദിവസം വരെയും അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ദിവസങ്ങളും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിൻഗാമികളെ സംബന്ധിച്ചിടത്തോളം, അനുയായികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ വിജയത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാ. ഈ മുഹറമിന്റെ 10ാമത്തെ ദിവസത്തിലാണ് സത്യദീനിനു വേണ്ടി കഷ്ടപ്പെട്ട ജനതയ്ക്ക് അവസാനത്തെ വിജയത്തിന്റെ സൂര്യോദയം നൽകിയത്. ഈ മുഹറമിന്റെ 10ാമത്തെ ദിവസത്തിലായിരുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ദീനിൻ്റെ മാർഗത്തിലായി പരിശ്രമിക്കുന്നവർ, ദീനിൻ്റെ മാർഗത്തിലായി കഷ്ടപ്പെടുന്നവർ, അങ്ങനെ കഷ്ടപ്പെടുന്നവരെ സഹായിച്ച സഹായങ്ങൾ, ഒന്നിലധികം സഹായങ്ങൾ വന്നിറങ്ങിയ ദിവസം പരിശോധിക്കുമ്പോൾ അതൊക്കെയും യാദൃശികമാണോ അറിയില്ല, മുഹറമിന്റെ 10ാമത്തെ ദിവസവുമായി ബന്ധപ്പെടുന്നു. ആധികാരികമായ ഗ്രന്ഥങ്ങളൊന്നുമല്ല എങ്കിലും ഭാരതന്മാരായ മുൻഗാമികളിലൂടെ കേട്ടുവരുന്ന കേൾവി അനുസരിച്ച് ഈ ചരിത്രത്തിൻ്റെ തുടക്കം, മാനവകുലത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ മഹാരഥന്മാരായ അംബിയാ മുർസലുകളിലെല്ലാം തുടക്കവും അവിടെ ചരിത്രത്തിലെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളും നടന്നത് മുഹറമിൻ്റെ ഈ 10ാമത്തെ ദിവസത്തിലാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, ആദ്യത്തെ പ്രവാചകനായ അബുൽ ബശർ ആദമിന്റെ സൃഷ്ടിപ്പ്, ആ ആദം നബിയുടെ ഭൂമിയിലേക്കുള്ള വരവ്, അതിനുശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പല്, അവസാനം പ്രതീക്ഷയോടെ ഭൂമിയിൽ നങ്കൂരമിട്ട ദിവസം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടത്, മഹാനായ അയ്യൂബ് നബിയുടെ അസ്വസ്ഥതകൾക്കും രോഗങ്ങൾക്കും ശാന്തി ഉണ്ടായത്, റൂഹുല്ലാഹി ഈസ നബിയെ വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടത്, കലീമുല്ലാഹി മൂസ എന്ന ഈ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര നായകന് കലീമുല്ലാഹി മൂസ നബി ഫറായിനത്തിന്റെ അക്രമത്തിൽ നിന്ന് ചെങ്കടൽ പിളർത്തിക്കൊണ്ട് മറുകരയിലേക്ക് രക്ഷപ്പെട്ടത്, ഇതെല്ലാം ഒരുമിച്ച് വന്നത് ഈ മുഹറമിന്റെ 10ാമത്തെ ദിവസത്തിലായിരുന്നു. അതാണ് ആ ജനത പറഞ്ഞത്, മഹാനായ മൂസ നബി ഫസമഹു ശുക്റാ, ഈ ദിവസത്തിൽ ശുക്റായി നന്ദിയായി കൊണ്ട് നോമ്പെടുത്തു. അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളും ഇതാ നോമ്പെടുക്കുന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ഫനഹ്നു അഹഖു വഔലാ ബിമൂസ, എന്നാൽ ആ നബിയുമായ ആ പ്രവാചകരുമായി ഏറ്റവും ബന്ധമുള്ളത് ഞങ്ങളാണല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറയുന്നതിൽ എത്ര സന്ദേശങ്ങളുണ്ടെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ ആ ജനതയോട് നിങ്ങളെക്കാളും ആ പ്രവാചകനുമായി ബന്ധമുള്ളത് ഞങ്ങൾക്കാണ്. അതേവരെയും ഒരു പറച്ചിലുണ്ടായിരുന്നു, ബനൂ ഇസ്രായേൽ ജനതയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനത. അവരുടെ ധാരണയും പറച്ചിലും അതായിരുന്നു, നൂറുകണക്കിന് നബിമാര് വന്നൊരു ജനത ബനൂ ഇസ്രായേൽ ജനതയാണ്. ആ ജനതയായതുകൊണ്ട് തന്നെ ഞങ്ങളാണ് സമൂഹത്തിലെ ഏറ്റവും മേൽവിഭാഗം, മേൽജാതിക്കാര്, മേൽത്തരക്കാര് ഞങ്ങളാണ്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ താഴെയാണ് എന്നുള്ള ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ധാരണയെല്ലാം മടിവേരിളക്കിക്കൊണ്ടാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളെക്കാളും ആ പാരമ്പര്യം പറയാനും ബന്ധം പറയാനും അർഹതയുള്ളത് ഞങ്ങൾക്കാ.
അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ വിശ്വസിക്കുന്ന യഥാർത്ഥ അടിയാറുകളായ വിശ്വാസികൾക്ക് അഭൗതികമായ 1000 സഹായങ്ങൾ നൽകിയ ചരിത്രം പരതിയാൽ ചരിത്രത്തിൽ ഏറ്റവും അധികം അഭൗതിക സഹായം ലഭിച്ച മണ്ണും സൽവയും ഭക്ഷണത്തിന്റെ തളികയുൾപ്പെടെ ഇറക്കി കൊടുക്കപ്പെട്ട അത്ഭുതകരമായ ഒട്ടനേകം സഹായങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ തുറന്നു കൊടുത്തൊരു ജനത, ആ ജനതയെ നയിച്ച മഹാരഥന്മാരായ പ്രവാചകന്മാർ, മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതിനുശേഷം ആ താവഴിയിൽ വന്ന മഹാരഥന്മാരായ അമ്പിയാക്കൾ ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹിമുസ്സലാത്തു വസ്സലാം അടക്കമുള്ള നൂറുകണക്കിന് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ ഈ ലോകത്തോട് യാത്ര പറയേണ്ട താമസം മഹാനായ മൂസ നബിയുടെ വേർപാടിന്റെ ചൂട് ആറുന്നതിന് മുമ്പേ, ആ ചൂട് മാറുന്നതിന് മുമ്പേ തൻ്റെ പിൻഗാമികളായ മൂസ നബി പ്രതീക്ഷിച്ചു പോയ, താൻ പരിശ്രമിച്ച ഫിർഔനിന്റെ കൊട്ടാരത്തിൽ എന്തിനു വേണ്ടിയാണോ ജീവനും പണയം വെച്ചുകൊണ്ട് പടപൊരുതിയത്, ഏതൊന്നിനു വേണ്ടിയാണോ വർഷങ്ങളോളം പരദേശവാസിയായി കഴിഞ്ഞത്, നാട് വിട്ട് കഴിയേണ്ടി വന്നത്, ഒളിവിൽ കഴിയേണ്ടി വന്നത്, ത്യാഗങ്ങളൊക്കെയും സഹിക്കേണ്ടി വന്നത്, ആ ത്യാഗങ്ങളൊക്കെയും സഹിച്ചുകൊണ്ട് ഏതൊന്നിൻ്റെ സത്യത്തിൻ്റെ സന്മാർഗത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണോ പരിശ്രമിച്ചത്, ആ മാർഗത്തിലായി ഞാൻ അവസാനം ബാക്കിയാക്കിയിട്ട് പോകുന്ന ജനതയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച മൂസ നബി, ആ മഹാനായ പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറയേണ്ട താമസം, ആ മൂസ നബിയുടെ പിൻഗാമികളായി വന്ന ജനത, ആ മൂസ നബിയുടെയോ ദാവൂദ് നബിയുടെയോ സുലൈമാൻ നബിയുടെയോ പിന്മുറക്കാരായി അവരുടെ ആദർശവും അവരുടെ വിശ്വാസവും തേടിക്കൊണ്ടല്ല യാത്ര ചെയ്തത്. പിന്നെയോ ആ പ്രവാചകന്മാരുടെ പരമ്പരയിൽ വന്ന ഭാരതന്മാരായ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ശ്രദ്ധേയനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മനുഷ്യർക്കിടയിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിനിടയിൽ ജിന്ന് വിഭാഗത്തെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദീനിന്റെ പ്രബോധനം നൽകുവാനും അവരെ കൂടെ നയിക്കുവാൻ നിയോഗിതനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ സുലൈമാൻ നബിയുടെ വഫാത്തങ്ങ് കഴിയേണ്ട താമസം ഈ മൂസ നബിയെ തുടർന്ന് തുടങ്ങിയ ആ ജനതയുടെ അന്വേഷണം, മൂസ നബി വഫാത്തായി, ദാവൂദ് നബി യാത്രയായി, സുലൈമാൻ നബി യാത്രയായി, അവർ ഈ ലോകത്ത് പരിശ്രമിച്ചത് എന്തിനാണ്, അവരെന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്, അവരുടെ പരിശ്രമം എന്തായിരുന്നു, ഇതായിരുന്നില്ല ആ ജനതയ്ക്ക് അന്വേഷിക്കാനുണ്ടായിരുന്നത്. പിന്നെയോ ആ ജനത അന്വേഷിച്ചു പോയത് സുലൈമാൻ നബിക്ക് അല്ലാഹു നൽകിയ അധികാരത്തിന്റെ പവർ എന്താണ്, സുലൈമാൻ നബിയുടെ അധികാരത്തിന്റെ ശക്തി എന്താ, ആ ശക്തി എങ്ങാനും ഞങ്ങൾക്ക് കിട്ടാൻ വല്ല മാർഗവുമുണ്ടോ. ആ പ്രവാചകന്മാർ പോയ വഴിയെ പോകാൻ താല്പര്യമില്ല, മൂസ നബിയുടെ വഴിയോട് താല്പര്യമില്ല, ദാവൂദ് നബിയുടെ വഴിയോട് താല്പര്യമില്ല, സുലൈമാൻ നബിയുടെ വഴിയോട് താല്പര്യമില്ല. എന്നാൽ സുലൈമാൻ നബിക്ക് കിട്ടിയ അധികാരമുണ്ടല്ലോ, മനുഷ്യരെയും ജിന്ന് വിഭാഗങ്ങളെയും സർവചരാചരങ്ങളെ അധികാരപ്പെടുത്തുവാനുള്ള ആ ശക്തി ഇങ്ങ് കിട്ടണമെന്ന് മാത്രം ആഗ്രഹിച്ച് നടന്ന ജനത, ആ ജനതയ്ക്ക് അന്വേഷിക്കാനുണ്ടായിരുന്നതാ സുലൈമാൻ നബിയുടെ വഫാത്ത് കഴിഞ്ഞ് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അവരുടെ അന്വേഷണം സുലൈമാൻ നബിയുടെ ശക്തിയെക്കുറിച്ച, ആ ശക്തിയിൽ അവരെ പിന്നീട് നയിച്ചത്, ആ അധാർമികതയുടെ വഴി തേടിപ്പോയവരെ പിന്നീട് നയിച്ചത് പിശാചായിരുന്നു, ഇബ്ലീസ് ആയിരുന്നു, ശയാത്തീനായിരുന്നു. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ലോകൈക സമൂഹത്തിനോട്, ലോകാവസാനം വരെ വരുന്ന ജനതയോട്, ആ ജനതയുടെ വഴികേടിന്റെ തുടക്കം മുതൽ പറയുന്നു, വത്തബഉ മാ തത്ലു ശയാത്തീൻ അലാ മുൽക്ക് സുലൈമാൻ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി, ഈ ലോകത്തോട് യാത്രയായി കുറഞ്ഞ കാലം പിന്നിട്ടതോടുകൂടി തൗറാത്തായിരുന്നില്ല ആ ജനതയുടെ വേദമായി പിന്നീട് വന്നത്. പിന്നീട് അവരുടെ വേദം പോലെ ഏറ്റവും അധികം ആദരവോടെ ബഹുമാനത്തോടെ അവർ കൊണ്ടു നടക്കാൻ തുടങ്ങിയത് തൽമൂദ് എന്നൊരു ഗ്രന്ഥം അവരായി ഉണ്ടാക്കിയെടുത്തു. രാഷ്ട്രമീമാംസയായി അധികാരത്തിൻ്റെ കുറുക്കു വഴികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കബ്ബാല എന്നൊരു ഗ്രന്ഥം അവരുണ്ടാക്കിയെടുത്തു. ഈ അധികാരത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത കബ്ബാലയും അതേപോലെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവരുടെ യഥാർത്ഥ വേദമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുണ്ടാക്കപ്പെട്ട തൽമൂദും, ഇത് രണ്ടും വന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിലേക്ക് കുഴിച്ചു മൂടിയ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടപൊരുതിയ ഫറാഇനത്തിൻ്റെ കാലത്ത് ജനങ്ങളിൽ ഏറ്റവും പ്രചാരം നേടിയ സാഹിര്യങ്ങളുടെ സിഹറിനെ കുറിച്ചായിരുന്നു.
ആ യഹൂദി സമൂഹം അവർ നേടാൻ ആഗ്രഹിച്ചത് സുലൈമാൻ നബി കുഴിച്ചു മൂടിയ സെഹറിന്റെ ഗ്രന്ഥങ്ങളായിരുന്നു. ആ ഗ്രന്ഥങ്ങൾ ആ സുലൈമാൻ നബിയുടെ സിംഹാസനം ഇരുന്ന ഇടം മാന്തിപ്പൊളിച്ച് ആ സിംഹാസനത്തിന്റെ അടിയിൽ കുഴിച്ചു മൂടപ്പെട്ട പഴയകാല ലിഖിതങ്ങൾ അവർ പുറത്തെടുത്തു. എന്നിട്ട് അതിൽ നിന്നും തൽമൂദും കബാലയും ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ പുറകെ പോയൊരു ജനതയായി പിൽക്കാല ബനു ഇസ്രായേൽ സമൂഹം. അല്ലാഹുവിന്റെ ഖുർആൻ അതാ പറയാ, വത്തബഉ മാ തത്ലു ശയാതീൻ അലാ മുൽകി സുലൈമാൻ വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്റാ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷത്തിനും അറിയാത്തൊരു കാര്യമാണ്. ലോകതലത്തിൽ ചരിത്രത്തിൽ എത്രയോ വർഷം പിന്നിടുന്നു, യഹൂദി സമൂഹവും മുസ്ലിം ഉമ്മത്തും തമ്മിൽ വലിയ സംഘടന നടക്കുകയാണ്. എന്താ ഈ സംഘട്ടത്തിന്റെ അടിസ്ഥാന കാരണം? എന്താണ് നമുക്കിടയിലുള്ള പ്രശ്നം? എന്താ പ്രശ്നം അറിയുന്നില്ല. ഏതോ അതിർത്തിയുടെ പ്രശ്നമാണ്, എന്തൊക്കെയോ അധികാരത്തിന്റെ തർക്കമാണ്. ഇത് അറിയുന്ന എത്ര പേരാ നമ്മളോടൊപ്പമുള്ളത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവരുടെ വഴികേടിനെ കുറിച്ച് പറയുന്നു. അവർ വഴിക്കപ്പെട്ടത്, അവരന്വേഷിച്ചു പോയത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സിംഹാസനത്തിന്റെ അടിയിലുണ്ടെന്ന് വിശ്വസിച്ച പഴയ കാലത്ത് കുഴിച്ചു മൂടപ്പെട്ട സിഹറിന്റെയും മാരണവിദ്യയുടെയും ഏടുകൾ അവർ പുറത്തെടുത്തു. എന്നിട്ട് ആ ഏടുകളെ വെച്ചുകൊണ്ട് അവർ പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പുതിയ പുതിയ രൂപരേഖകൾ ഉണ്ടാക്കിയെടുത്തു. സുബ്ഹാനല്ലാഹ്. ആ ഗ്രന്ഥങ്ങൾ അതുപോലെ തന്നെ പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട് ഇന്നും അതുപോലെ നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരുപാട് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഇന്നും അത് ശക്തമായി വേരോട്ടമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞാൽ മനസ്സിലാകുമോ? അറബി ഭാഷയിലാണ് ചിലത്. അറബി ഭാഷയിൽ എന്ത് അച്ചടിച്ച് വന്നാലും ആ അച്ചടിച്ച് വരുന്നതിനെല്ലാം ആധികാരിക ഇസ്ലാമിക ഗ്രന്ഥങ്ങളായി വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ഉമ്മത്തിലെ നല്ലൊരു ശതമാനം. ഒരുപാട് ആളുകൾ അങ്ങനെയാണ്. പല ആളുകളും മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. ചെറിയൊരു വിഷമമുണ്ടായാൽ, ചെറിയൊരു പ്രയാസമുണ്ടായാൽ ഓടിച്ചെന്ന് പടച്ചറബിനെ മറന്നുകൊണ്ട് ഓടിപ്പോയി മന്ത്രവാദികളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ആ മന്ത്രവാദികൾ കവടി നിരത്തിയും എന്തെങ്കിലുമൊക്കെ 4 കളം വരച്ചും ആ കളത്തിന്റെ അവിടെയും ഇവിടെയും ഓരോ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും പറഞ്ഞു തരുന്നതും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്തു തരുന്നതുമായ കാര്യങ്ങൾ നേർക്ക് നേരെ പരിശോധിച്ചു പോയാൽ ഒരുപാട് അന്വേഷിക്കേണ്ട നമുക്കെല്ലാം ലഭ്യമാണ്. ഗൂഗിളിൽ കയറി കബ്ബാല എന്ന് അടിച്ചു കൊടുത്താൽ മതി, തൽമൂദ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അത് തുറന്നു നോക്കുമ്പോൾ കാണാം മന്ത്രവാദികൾ പലരും നമുക്ക് മുമ്പിലേക്ക് വരച്ചു തരുന്ന വരകൾ അന്ന് നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സുലൈമാൻ നബിയുടെ സിംഹാസനം മാന്തിയെടുത്തിട്ട് അന്നത്തെ യഹൂദിയത്ത്, അന്നത്തെ ഫറാഇനത്തിന്റെ പിൻഗാമികൾ, അന്നത്തെ ബനു ഇസ്രായേൽ സമൂഹം അവർ പൊടി തട്ടിയെടുത്തിട്ട് ഗ്രന്ഥരൂപത്തിലേക്ക് മാറ്റിയ കബ്ബാലയുടെയും തൽമൂദിന്റെയും പരിഭാഷകളാണ് എന്നുള്ള കാര്യം ഇന്ന് നോക്കിയാൽ നമുക്ക് കാണാം. അതുകൊണ്ടാണ് പലപ്പോഴും ആ മന്ത്രവാദികൾ പ്രയാസത്തിലും വിഷമത്തിലുമായി വരുന്ന വിശ്വാസികളെ വഴികേടിലേക്ക് കൊണ്ടുപോയി അവസാന ലലാലത്തിന്റെ അവസാനത്തെ ആണിയടിച്ചു കൊണ്ടുപോയി കുടിയിൽ തള്ളുന്നത്, അവരെ പിന്തുടർന്നു കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് എത്രയോ മനുഷ്യർ വന്നിട്ടുണ്ട്. ആ മനുഷ്യർക്കെല്ലാം ആത്മീയമായി ചികിത്സ കൊടുക്കേണ്ടവർക്ക് ആത്മീയതയുടെ ചികിത്സ കൊടുത്തിട്ടുണ്ട്. ശരീരത്തിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്, ആ രോഗങ്ങൾക്ക് ചികിത്സയും പഠിപ്പിക്കപ്പെട്ടു. മനുഷ്യന്റെ ഉൽപ്പത്തിയുടെ കാലം മുതൽ തന്നെ രോഗങ്ങൾക്ക് ചികിത്സയുണ്ട്. മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്, ബലഹീനതയുണ്ട്, അതിനും ചികിത്സയുണ്ട്. അതും കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു. മനഃശാസ്ത്രം, സൈക്യാട്രി, സൈക്കോളജി ഇതേപോലെ ഇത് രണ്ടിലും പെടാതെ, ഈ ശരീരത്തിന്റെ ചികിത്സ കൊണ്ട് മാറാതെ, മനസ്സിന്റെ ചികിത്സ കൊണ്ട് മാറാതെ, പിന്നെയും വിഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുമായി പോകുന്ന ആളുകൾ, അവർക്ക് ആത്മീയതയുടെ ചികിത്സ, അവരുടെ റൂഹിനെ ബാധിക്കുന്ന, അവരുടെ ജീവനെയും ആത്മാവിനെയും ബാധിക്കുന്ന ചില പ്രതിസന്ധികൾ പൈശാചികതയുടെ പ്രേരണയിലൂടെ, ശയാത്വീനുമാരുടെ പരിശ്രമങ്ങളിലൂടെ മനുഷ്യലോകത്ത് സംഭവിക്കാം, ജീവലോകത്ത് സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള പരിഹാരവും ഹബീബനാ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ട് തന്നെയാ പോയത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ട് തന്നെയാ പോയത്. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയോ, ഒരു യാത്രാമധ്യേ ഒരുപാട് നാളുകളായി ബ്ലീഡിങ്ങിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീ അള്ളാഹുവിന്റെ റസൂലാണ് വരുന്നതെന്നറിഞ്ഞപ്പോൾ ഓടി ചെന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എത്രയോ നാളുകളായി ഇങ്ങനെ രക്തം പോകുന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നയാളാണ്. ഒരുപാട് കാലമായി ഞാൻ കഷ്ടപ്പെടുകയാണ്. എന്താണ് എൻ്റെ പ്രശ്നമെന്നറിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി ആ സ്ത്രീയോട് പറഞ്ഞു, സമാധാനിക്കുക, ക്ഷമിക്കുക. ഇത് റഖലത്തും മിനശ് ശൈത്താൻ, ഇത് പിശാചിന്റെ ഒരു കുത്തലാണ്. ആ ബ്ലീഡിങ്ങിനെ കുറിച്ച്
റസൂൽ അവിടെ പറഞ്ഞത്. മുഅ്ജിസത്തിന്റെ മഅരിഫത്തിന്റെ അറിവുള്ള ഹബീബ് നബിയുനാ റസൂലുള്ളാഹി, ഇത് നിന്റെ ശരീരത്തിന്റെ രോഗമാണ്, നീ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കൂ, നല്ലൊരു ചികിത്സകനെ കൊണ്ട് ചികിത്സിക്കൂ എന്ന് നബിതങ്ങൾ പറഞ്ഞ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ചില രോഗികളോട് ഇന്ന സ്ഥലത്ത് ആ തുറാബു ഷിഫാഇന്റെ മദീനയിലെ മണ്ണ് പോയി, അത് അവിടെയുള്ള ഇന്ന കിണറിലെ വെള്ളവുമായി കുഴച്ചുകൊണ്ട് ശരീരത്തിൽ തേച്ചോ എന്ന് പറഞ്ഞ ഘട്ടമുണ്ട്. ഇന്ന മരുന്ന് കഴിച്ചോ, കരിഞ്ചീരകം കഴിച്ചോ, തേൻ കഴിച്ചോ, ഇങ്ങനെ ഓരോ വസ്തുക്കൾ, കാസനിക്കീരയും കറ്റാർവാഴയും, അതേപോലെ നമ്മുടെ സമൂഹത്തിൽ സുപരിചിതമായ ഒരുപാട് മരുന്നുകൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ചില രോഗങ്ങളുടെ അവസ്ഥകളുണ്ട്. മനസ്സിന്റെ പ്രശ്നവുമായി വന്ന ആളുകളോട് പടച്ചിറപ്പിലേക്ക് മടങ്ങൂ, അള്ളാഹുവിന്റെ പരീക്ഷണത്തെ താങ്കൾ വേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങൂ, അള്ളാഹുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കൂ, മനസ്സിന് സമാധാനം കൊടുക്കുന്ന മുറാഖബയും ഒക്കെ പറഞ്ഞു കൊടുത്ത ഘട്ടങ്ങളുണ്ട്. എന്നാൽ ഈ സ്ത്രീയോട് ഹബീബായ റസൂലുള്ള പറഞ്ഞു കൊടുത്തു, റഖലത്തും മിനശ് ശൈത്താൻ, ഇതൊരു പിശാചിന്റെ കുത്തലാണ്, ഇത് നിന്റെ ആത്മാവിനെയും ശരീരത്തിനെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന പിശാചിന്റെ കുത്താണ് എന്ന് പറഞ്ഞു. അതിന് ഇന്നതാ ചെയ്യേണ്ടതെന്നും പറഞ്ഞു കൊടുത്തു. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂൽ മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നേരിടേണ്ടി വരുന്ന ശരീരത്തിന്റെ പ്രശ്നമാകട്ടെ, മനസ്സിന്റെ പ്രശ്നമാകട്ടെ, ജീവിതത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏതുതരം പ്രശ്നങ്ങളാകട്ടെ, അതിനൊക്കെയും പരിഹാരവും പറഞ്ഞു പോയിട്ടുണ്ട്. ആ പരിഹാരത്തിന്റെ വഴി ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച വഴി പരിശോധിച്ചാൽ നമുക്കവിടെ കാണാൻ സുന്നത്തിന് വിരുദ്ധമായി ഹറാമായ ഒരു പ്രവർത്തനങ്ങളും ആ ചികിത്സയിൽ നമുക്ക് കാണാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ, ആയാത്തു ഷിഫ, ആ ഷിഫാഇന്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നടത്തപ്പെടുന്ന റുഖിയ ശർഇയ്യയുടെ ചികിത്സയുണ്ട്. ശർഇയ്യായ റുഖിയ, ശർഇയ്യ ഇസ്ലാമിക മന്ത്രം, ഇസ്ലാമികമായ ചികിത്സ, അതാണ് റുഖിയ ശർഇയ്യ. പലരും ഇസ്ലാമിക മന്ത്രം എന്നൊക്കെ പലരും പറയാറുണ്ട്. ആ ഇസ്ലാമിക മന്ത്രം തിരക്കി പോയാൽ ഈ കബ്ബാല എന്ന ജൂതായുസത്തിലേക്ക് പോകുന്ന കളം വരയ്ക്കലായിരിക്കും ഉണ്ടാവുക, ഒരു കളം വരയ്ക്കലുമല്ല. റുഖിയ ശർഇയ്യ പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ നേരാവണ്ണം ഇഖ്ലാസോടുകൂടി രോഗിയായ മനുഷ്യന്റെ മുമ്പിൽ ഇരുന്ന് ഓതേണ്ടതേ ഉള്ളൂ. ആ രോഗിയുടെ ബുദ്ധിമുട്ടെന്താണെന്ന് വ്യക്തമാകും, ആ രോഗിക്കുള്ള അസ്വസ്ഥത മാറാനും തുടങ്ങും. ചില സന്ദർഭങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആവർത്തിച്ചോതാൻ പറഞ്ഞ ആയത്തുകളുണ്ട്, സൂറത്തുകളുണ്ട്, റസൂല് പഠിപ്പിച്ച ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, ദാനധർമ്മങ്ങൾ, സ്വതക്കകളുണ്ട്, സുന്നത്തായ ഇബാദത്തുകളുണ്ട്. ഇതിനപ്പുറം ഹറാമായ ബാത്തിലായ ഒരു കാര്യത്തിലേക്കും ഒരു പ്രശ്നത്തിന്റെയും പരിഹാരം തേടി പോകാൻ പഠിപ്പിച്ചിട്ടില്ല. പറഞ്ഞു വന്നത് യഹൂദിയത്തിന്റെ വഴികേട്. ആ യഹൂദിയത്ത് വഴിപിഴച്ചു പോയ ആ യഹൂദിയത്ത് പറയാണ്, ഞങ്ങൾ ഇപ്പോഴും മൂസാ നബിയുടെ പിന്മുറക്കാരാണ്. ആ മൂസാ നബിയോട് അവരോടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് മുഹറം 10 നോമ്പെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഫനഹ്നു അഹഖു ബി മൂസാ മിൻകും, നിങ്ങളെക്കാളും മൂസാ നബിയുടെ പാതയിലുള്ളത് ഞങ്ങളാണ്. നിങ്ങളിന്ന് മൂസാ നബിയുടെ പാതയിലല്ല, നിങ്ങൾ മൂസാ നബിയുടെ എതിരാളികളാണ്. നിങ്ങൾ മൂസാ നബിയും ആ പ്രവാചകന്മാരും പോയ വഴിയുടെ എതിരാളികളാണ്. നിങ്ങൾ മൂസാ നബിയുടെ പാതയിലുള്ളത് ഞങ്ങളാണ്. ആ ഞങ്ങൾ നോമ്പെടുത്തത് നിങ്ങളെ കണ്ടുകൊണ്ടാണെന്ന് എങ്ങാനും പറഞ്ഞാൽ അല്ല, അടുത്ത വർഷം ഉണ്ടെങ്കിൽ 9 കൂടെ പിടിക്കുമെന്നാ പറഞ്ഞു. 9 കൂടെ പിടിക്കുമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പഠിപ്പിച്ച ആ ദീനിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറമിന്റെ 10ാമത്തെ ദിവസം വിജയത്തിന്റെ പ്രതീക്ഷയുടെ ദിവസമാണ്. ആ വിജയത്തിന്റെ പ്രതീക്ഷയുടെ ദിവസമായ ഈ മുഹറമിന്റെ 10ാമത്തെ ദിവസത്തിലെ പ്രാർത്ഥനകൾ, ഈ മാസത്തിലെ പ്രാർത്ഥനകൾ, മൂസാ നബിയെ രക്ഷിച്ച പടച്ച റബ്ബാണ് നമ്മുടെയും രക്ഷിതാവ്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ട ഫിർഔൻ, ആ ഫിർഔനിന്റെ അധാർമികതയും അക്രമവും എന്തായിരുന്നോ അത് തന്നെയാണ് ഇന്നത്തെ ആധുനിക ഫറാഇനത്തുകൾ, ആധുനിക ഫിർഔന്മാരായ ഇന്ത്യയുടെ ഭരണാധികാരികളാകട്ടെ, അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഭരണാധികാരികളാകട്ടെ, അവരിൽ നിന്നും നാം നേരിടുന്നതും ഫറോവായിസത്തിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല. ഒരു ഫറോവമാരും ശാശ്വതരായിരുന്നില്ല, സത്യമാർഗത്തിന്റെ മാത്രമേ നിലനിൽപ്പുണ്ടായിട്ടുള്ളൂ. എല്ലാ ഫിർഔന്മാർക്കും ഒരു നാൾ അസ്തമയമുണ്ടായി. അധികാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കുറഞ്ഞ കാലത്തെ പ്രതാപത്തിന് ശേഷം അവരെല്ലാം എരിഞ്ഞൊടുങ്ങി, ഭൂമിയിൽ എല്ലാം തകർന്നുപോയി. ആ തകർന്നുപോയ ജനത, ആ ജനതയിൽ നിന്നുമാണ് വിശുദ്ധ ദീനിന്റെ വാഹകർ പിന്നീട് ഉയർത്തെഴുന്നേറ്റ്. പിന്നീട് നൂറ്റാണ്ടുകളോളം വിശുദ്ധ ദീനിന്റെ പ്രഭ പരത്തിയ പരിശുദ്ധ ദീനിന്റെ സമൂഹമാണ് ഈ ലോകത്ത് വിരാജിച്ചതെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിലേക്കാണ് നമ്മുടെ പോക്ക്. ചില ആളുകൾക്ക് മുഹറം 1 കഴിഞ്ഞാൽ പിന്നെ കറുത്ത ഡ്രസ്സേ ധരിക്കുകയുള്ളൂ, പിന്നെ ശകുനമാണ്. ഇനി 10 കഴിയുന്നത് വരെയും, ആ 10ാമത്തെ ദിവസവും കഴിഞ്ഞ് 12, 13 കഴിഞ്ഞാലേ പിന്നെ നല്ല വസ്ത്രം ധരിക്കുള്ളൂ, പിന്നെ ഏതെങ്കിലും നല്ല കാര്യവുമായി ബന്ധപ്പെടുള്ളൂ. 13 ദിവസവും അവർക്ക് ശകുനമാണ്, കരിദിനമായി ആചരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് പേര് പല നാടുകളിൽ പ്രബലരായിട്ട് അങ്ങനെ തന്നെയുണ്ട്. ചില രാജ്യങ്ങൾ അധികാരത്തിൽ തന്നെയുണ്ട്.
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഹറം പ്രതീക്ഷയുടെ ദിവസമാണ്. ആശൂറ വിജയത്തിന്റെ ഓർമ്മ ദിനമാണ്. മഹാനായ മൂസ നബിയെ സത്യത്തിന് വേണ്ടി പരിശ്രമിച്ച പ്രവാചകന്മാരെ അള്ളാഹു സഹായിച്ച സഹായത്തിന്റെ ഓർമ്മ പുതുക്കലാണെങ്കിൽ ആ ഓർമ്മ പുതുക്കുവാൻ കാരണക്കാരനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരുമായിട്ടാണോ സന്ധിച്ചത്, ആർക്കെതിരിലാണോ പടപൊരുതിയത്, അതേ ഒരു മാർഗത്തിൽ അതേ അവസ്ഥയിൽ ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ജനതയും ഇന്ന് അതേപോലെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും പരിശ്രമത്തിലുമാണ്. ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലത്തെ ഇന്ത്യൻ ജനത മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മൂസ നബിയും ബനൂ ഇസ്രായേലും അനുഭവിച്ചതുപോലെയുള്ള ത്യാഗങ്ങൾ അനുഭവിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യയുടെ അധികാരികൾ അന്നത്തെ ഫിർഔൻമാരെ സ്മരിപ്പിക്കുകയാണ്. കുട്ടികളെയാണ് അവർ കൊന്നത്. ഇന്നത്തെ ഇസ്രായേലികൾ കൊല്ലുന്നത് കുട്ടികളെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു 23,000-ഓളം പിഞ്ചു പൈതങ്ങളെയാണ് ഒരു വർഷം കൊണ്ട് കൊന്നു തള്ളിയതെങ്കിൽ ഈ വർഷത്തെ ചരിത്രത്തിൽ, ഈ നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ കുട്ടികളെ തെരഞ്ഞു പിടിച്ചു കൊന്ന ഒരു അക്രമ ഭരണകൂടം ഈ ചരിത്രത്തിലുണ്ടാവില്ല. 23 കൊല്ലമല്ല, 23,000 കുട്ടികളെ കൊന്നത് ഒരു വർഷം കൊണ്ടാണ് എങ്കിൽ, അല്ലെങ്കിൽ 2 വർഷം കൊണ്ടാണെങ്കിൽ അത് ടാർജറ്റ് കില്ലിംഗ് ആണ്. ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള കൊലപാതകമാണ്. ആ കൊലപാതകത്തിലൂടെ എല്ലാം അവർ ലക്ഷ്യം വെച്ചത് അവരുടെ നേതാവ്, യഥാർത്ഥത്തിൽ അവർ ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ഫറാഇനത്താണ്. ഫിർഔൻ എന്ന് ഭയപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനന സമയത്ത്, ജനനത്തിന് മുമ്പ് ഫിർഔൻ എന്തുകൊണ്ടാണ് കുട്ടികളെ കൊല്ലാൻ ഓർഡർ ഇട്ടത്? അവർ ഭയപ്പെട്ടത് ഒരു കുട്ടി പിറക്കും ബനൂ ഇസ്രായേൽ, ആ കുട്ടി വന്നാൽ എന്റെ അധികാരം തെറിച്ചു പോകും, ഈ അധികാരം പിടിച്ചു നിർത്തണം എന്നതായിരുന്നു. അതിനുവേണ്ടി കുട്ടികളെ കൊല്ലണമെന്നായിരുന്നു ഉത്തരവ്. ആ ഉത്തരവിനെ എല്ലാ അർത്ഥത്തിലും പാടെ നശിപ്പിച്ചുകൊണ്ടായിരുന്നു ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ ആ പറയപ്പെട്ട കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു ഉമ്മാക്കിയുടെ മുമ്പിലും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ സഹായം അവന്റെ ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്ന ആളുകൾക്കാണുള്ളത്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റബ്ബുൽ ആലമീന്റെ ഭാഗത്തു നിന്നും പ്രത്യേക സഹായങ്ങൾ ലഭിച്ച ഈ മുഹറമിന്റെ 10ാമത്തെ ദിവസം നോമ്പുകാരായിരിക്കുമ്പോൾ ഈ നോമ്പിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആർക്കെതിരിലാണോ പടപൊരുതിയത്, ആ സമൂഹം എവിടേക്കാണോ നയിക്കപ്പെട്ടത്, ആ നയിക്കപ്പെട്ട ജനത മൂസ നബിക്കെതിരായി മാറി. പിന്നീട് അവർ ചരിത്രത്തിൽ എന്നും പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിനും പരമ്പരയ്ക്കും എതിരായി പ്രവർത്തിച്ചവരാ. അവർ പോയി അവസാനം അവർ എത്തി നിൽക്കുന്ന 19-20 നൂറ്റാണ്ടുകളെത്തുമ്പോ ആധുനിക ലോകത്ത് മുസ്ലിം ഉമ്മത്തുമായിട്ട് നടക്കുന്ന അവിരാമമായിട്ട് നടക്കുന്ന സംഘടനം, ഈ സംഘടനത്തിന്റെ റീസൺ എന്താണെന്നറിയാത്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് മുസ്ലിമീങ്ങളാണ് ലോകത്തുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് യഹൂദി സിയോണിസവും അറബ് ലോക മുസ്ലിമീങ്ങളും തമ്മിൽ എന്താണ് നടക്കുന്ന യുദ്ധവും പ്രശ്നവും, ഇറാൻ അമേരിക്കൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്താണ് എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായി അറിയുന്നവർ, ആ ചരിത്രത്തിന്റെ യഥാർത്ഥ ദശാസന്ധിയും കാര്യകാരണങ്ങളും അറിയുന്നവർ തുലോം തുച്ഛമായിരിക്കും. അവിടെയും പ്രശ്നം യഹൂദികളെ സംബന്ധിച്ചിടത്തോളം എന്നും അവരുടെ പ്രശ്നം അധികാരം തന്നെയാണ്. അധികാരം ഇതവരുടെ തലയ്ക്ക് പിടിച്ചു പോയതാണ്, അവരുടെ തലയ്ക്ക് പിടിച്ചു പോയതാണ്. അതുകൊണ്ടാണ് ഭാരതന്മാരായ പ്രവാചകന്മാർ കാണിച്ചു കൊടുത്ത വഴിയെ സഞ്ചരിക്കേണ്ടതിന് പകരം ആ പ്രവാചകന്മാർ ലോകത്തോട് യാത്ര പറയേണ്ട താമസം അവർക്ക് കിട്ടിയ അധികാരം എങ്ങനെയായിരുന്നു എന്നായിരുന്നു അവർക്ക് അറിയേണ്ടത്. അതുമാത്രമേ അവർക്ക് അറിയേണ്ടതുള്ളൂ. ആ അധികാരത്തിന്റെ കസേരയിലെത്തണം, അതിലൂടെ ലോകത്തെ മുഴുവൻ ജനങ്ങളെ അടിമകളാക്കണം എന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അതിന്റെ പരിശ്രമവും അന്വേഷണവുമായി നടന്നത്. എന്നും അവരങ്ങനെ തന്നെയാണ്. ആ പരിശ്രമത്തിൽ അവർ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി അന്വേഷിച്ച് നടക്കുന്ന അധികാരത്തിന്റെ താക്കോൽ അവരുടെ വിശ്വാസപ്രകാരം ബഖിയ്യത്ത് മൂസ, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അവർക്ക് വിജയം ലഭിക്കാൻ കാരണമായ സഹായകമായ ചില ബഖിയ്യത്തുകളുണ്ട്. മൂസ നബിയുടെ വേർപാടിന് ശേഷം, ഹാറൂൻ നബിയുടെ വേർപാടിന് ശേഷം ആ പ്രവാചകന്മാർ പാരമ്പര്യമായി മഹാരഥന്മാരായ ആദ്യകാല പ്രവാചകന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന പ്രവാചകന്മാരുടെ പ്രവാചകത്വത്തിന്റെ അടയാളം പേറുന്ന ചില തിരുശേഷിപ്പുകൾ, ആ തിരുശേഷിപ്പുകൾ ഉൾക്കൊള്ളുന്നൊരു പേടകം, ഒരു പെട്ടകം. ആ പെട്ടകം നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിലേക്ക് എത്തപ്പെട്ടു. ആ അക്രമിയായ ഭരണാധികാരി കൊണ്ടുവച്ച ഇടം ഇന്നവർ മനസ്സിലാക്കുന്നു, അത് അവസാനം എത്തി നിൽക്കുന്നത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിലാണ്. മസ്ജിദുൽ അഖ്സയുടെ അസ്ഥിവാരത്തിന്റെ ഉള്ളിലാണ്. അതിനുള്ളിൽ നിന്നും ആ ബഖിയ്യത്ത് മൂസ ഉൾക്കൊള്ളുന്ന താബൂത്തിനെ പുറത്തെടുത്താൽ പിന്നെയാണ് നമ്മുടെ അജയ്യമായ അവിരാമം ഇനിയും എക്കാലവും
ഈ ലോകത്തിന്റെ അധികാരികളായി നിലനിൽക്കാൻ കഴിയുക. പിന്നെയാണ് നമ്മുടെ യഥാർത്ഥ ശക്തി ഈ ലോകത്ത് വെളിപ്പെടുക. അതിനുവേണ്ടി പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയെ മാന്തി പൊളിക്കണം. അതാണ് പ്രശ്നം. പരിപാവനമായ മസ്ജിദുൽ അഖ്സയെ മാന്തി പൊളിച്ച് അതിനടിയിൽ അവർ വിശ്വസിക്കുന്ന വഖാല ലഹും നബിയ്യുഹും ഇന്ന ആയത മുൽക്കിഹി അവരുടെ അധികാരത്തിന്റെ ദൃഷ്ടാന്തമായി മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ കൈമാറി വന്ന ആ ബഖിയ്യത്തിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അതിനെ പുറത്തെടുത്ത് അത് ഇതുവരെയും ഒളിപ്പിച്ചു വെച്ച, ഇതുവരെയും നഷ്ടപ്പെടുത്താൻ കാരണമായി നിന്ന ഈ കെട്ടിടം ഇടിച്ചു പൊളിച്ചു മാറ്റണം. എന്നിട്ട് ഈ ബഖിയ്യത്തും ചേർത്തുകൊണ്ടൊരു 3-ാം ദേവാലയം വേറൊരെണ്ണം ഉണ്ടാക്കണം. ഇതാണ് അവരുടെ ലക്ഷ്യം. അത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഹബീബുനാ റസൂലുള്ളാഹി സുബ്ഹാനല്ലദി യസ്റാ ബിഅബ്ദിഹി മിഅ്റാജിന് പോയപ്പോൾ ആദ്യമായി കൊണ്ടുവരപ്പെട്ട ആയിരക്കണക്കിന് ലക്ഷോപലക്ഷം വരുന്ന മഹാരഥന്മാരായ ഔലിയാക്കൾ, അമ്പിയാക്കൾക്ക് ഇമാമത്ത് നമസ്കരിച്ച അള്ളാഹുവിന്റെ അഭൗതികമായ ഒരുപാട് സഹായങ്ങൾ ഇറങ്ങിയ നൂറുകണക്കിന് അമ്പിയാ മുർസലുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദുൽ അഖ്സയും അതിന്റെ തിരുമുറ്റവും ഒരു കാലത്തും അവർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് ശപഥം ചെയ്ത മുസ്ലിമീങ്ങൾ മസ്ജിദുൽ അഖ്സയെ തൊടാനും അതിന്റെ അസ്ഥിവാരം മാന്താനും അനുവദിക്കാത്തതാണ് ഇന്നത്തെ ആധുനിക കാലം കാണുന്ന അറബ് ഇസ്രായേൽ പ്രശ്നം. അതല്ലാതെ ചില അറബികൾ പറയുന്നത് പോലെ, ചില അറബ് വേഷധാരികൾ പറയുന്നത് പോലെ വേറെ ഏതെങ്കിലും അധികാര തർക്കമോ ഒക്ടോബർ 7-ാം തീയതിയത്തെ പ്രശ്നമോ അല്ല. നൂറ്റാണ്ടുകൾ പിന്നിടുന്ന പ്രശ്നമാണ്. ആ നൂറ്റാണ്ടുകൾ പിന്നിടുന്ന പ്രശ്നത്തിന് അവസാനമായി ഈ ഉമ്മത്തുൽ മുസ്ലിമായി എത്തി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൃപയെന്നുകൊണ്ട് മാത്രം